ഇപ്പം തൊട്ടേ രാവിലെ എന്നും കഞ്ഞിക്ക് പയറാട്ടാ. ഇവിടെ കൂർക്കയുടെ ടൈമായിരുന്ന സമയത്ത് എന്നും കൂർക്കയായിരുന്നു. നമുക്ക് പച്ചപ്പയറും പൊട്ടിക്കാനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ചുവപ്പ് പയറും പൊട്ടിക്കാണ്ടിട്ടാ. നന്നായിട്ടുണ്ടാവണം ഒരു പയറ്. കുറ്റിപ്പയറാകുമ്പോൾ പിന്നെ പടരൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ ഇടുന്നോളും. ഈ അത്യാവശ്യം പുല്ലൊക്കെ നിൽക്കണ കാരണം, ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞു, പുല്ലൊക്കെ നിൽക്കണ കാരണം എന്താ പറയുക, കേടുകളൊന്നും ഇല്ല. ഒരു എന്താ പറയുക, ഒന്നിൻ്റെ ഒരു ശല്യമില്ലാത്ത പോലെ. ഈരണ്ടിശ് ഉണ്ടായിട്ടാ. അപ്പോൾ നമ്മളിതാ പച്ചപ്പയറും ചുവപ്പും പയറായിട്ട് ഇത് എത്രയും പൊട്ടിച്ചു വിട്ടാ. ഇനി വീട്ടിൽ പോകണം. എന്നിട്ട് പിന്നെ അങ്ങോട്ട് വരണപ്പോൾ തന്നെ പേളിക്കുട്ടിയെ കാലത്ത് നല്ല ഇളം വെയിൽ കൊള്ളാൻ സുഖമുണ്ടല്ലേ പേളിക്കുട്ടിയെ. പോവാ ടേസും കൂട്ടാ. വാ. വെളുത്തുള്ളി, വേപ്പില, അതേപോലെ തന്നെ കുത്തിപ്പൊടിമുളക് ഇതെല്ലാം കൂടി ചതച്ച് നമ്മളത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് പയറിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പയർ മെഴുക്കുപുട്ടി റെഡി ആയിട്ടാ. പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു പരിപ്പ് കറിയാണ് ഇതാ. പിന്നെ നമ്മുടെ അമരക്കായ എന്തെങ്കിലും ഇരിക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമരക്കായ കൊണ്ടൊരു മെഴുക്കുപുട്ടി തന്നെയായിട്ട് ഉണ്ടാക്കി നോക്കണേ. മെഴുക്കുപുട്ടി ഉണ്ടാക്കണതാണ് ഇവിടെ കൂടുതൽ ഇഷ്ടേ. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് അമ്മയുടെ കുട്ടികൾക്ക് ഉള്ളതല്ല, അമ്മയുടെ കുട്ടികൾക്ക് വേറെ തരാം കേട്ടാ. വാ വളമുറ്റേ, കുട്ടികൾക്ക് ഞാൻ ചീര അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടാ. മീനെ തീറ്റിട്ട് കൊടുത്തിട്ട് അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടാ. അയ്യോ, എൻ്റെ മേലിക്ക് വെള്ളം തെറിപ്പിക്കണേണ്ട. നമ്മളെ കുളിപ്പിക്കവര്. അച്ചു, അമ്മയുടെ കുട്ടികൾക്ക് മേലിക്ക് വെള്ളമായോ? അമ്മയുടെ കുട്ടികളുടെ മേലിക്ക് വെള്ളമായോ? എൻ്റെ മേലിക്ക് വെള്ളമായി കേട്ടോ. മീനിയുടെ തീറ്റ പാത്രം എടുത്ത് വയ്ക്കണ്ടേ? അതെല്ലാം എടുത്ത് വെച്ചത് ഞാൻ ഇവിടെ കുട്ടികൾക്ക് എന്നിട്ട് വേണ്ടേ?